ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മുടെ മൊഡ്യൂൾ 2 ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ക്ലാസ്സുകൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ 2ലെ അവസാന ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ദിവസം നമുക്ക് മൊഡ്യൂൾ 3ലേക്ക് കടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രോസ്പെക്ടസ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും, ഒപ്പം തന്നെ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്. നിങ്ങൾക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രോസ്പെക്ടസ്. നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒപ്പം തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പഠിച്ചു. പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻറ്റുകളാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്. അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഒപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ എന്താണ്, കൂടാതെ ലൈബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അതിൻ്റെ ക്രിമിനലായിട്ടും സിവിലായിട്ടുമുള്ള ലൈബിലിറ്റി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. ഒപ്പം തന്നെ പ്രോസ്പെക്ടസിൻ്റെ വളരെ പ്രധാനപ്പെട്ട 1-2 ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസോട് നമ്മൾ നോക്കും. അപ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. അവിടെ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകളും ലഭ്യമായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറന്നു പോകരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടും വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമുക്കാദ്യം പ്രോസ്പെക്ടസ്, അതിൻ്റെ മീനിങ് നോക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പ്രോസ്പെക്ടസിൽ മീനിങ്, അതായത് വാട്ട് ഈസ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ പ്രോസ്പെക്ടസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, എ പ്രോസ്പെക്ടസ് മീൻസ് എനി ഇൻവിറ്റേഷൻ ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഇൻവൈറ്റിംഗ് ഇറ്റ് ടു ടേക്ക് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷനാണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ഷണമാണ്. ഇഷ്യൂഡ് ടു ദ പബ്ലിക്, അത് കമ്പനി പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്. ഇൻവൈറ്റിംഗ് ഇറ്റ് ടു ടേക്ക് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഡിബഞ്ചറോ അല്ലെങ്കിൽ ഷെയറുകളോ വാങ്ങിക്കുന്നതിന് വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. എ പബ്ലിക് കമ്പനി മസ്റ്റ് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഇഫ് ഇറ്റ് വിഷസ് ടു റൈസ് പബ്ലിക് മണി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അത് പബ്ലിക് ഇഷ്യൂ വഴിയാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് പബ്ലിക് ഇഷ്യൂ വഴിയാണ് ഷെയർ ക്യാപിറ്റൽ സമാഹരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ഇഫ് ഇറ്റ് വിഷസ് ടു റൈസ് പബ്ലിക് മണി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ അല്ലാതെ ഷെയറുകൾ സമാഹരിക്കുന്നുണ്ടെങ്കിൽ, ഷെയറിൻ്റെ ക്യാപിറ്റൽ സമാഹരിക്കുന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ ആവശ്യമില്ല. പക്ഷേ പബ്ലിക് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ, പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ നടത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പ്രൈവറ്റ് കമ്പനിക്ക് അത് സാധ്യമല്ല. പബ്ലിക് കമ്പനിക്കാണ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിക്കുക. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡെഫിനേഷൻ ഓഫ് പ്രോസ്പെക്ടസ് ആണ്. ഡിഫൈൻ പ്രോസ്പെക്ടസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ 2013 കമ്പനീസ് ആക്ടിൽ ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസിനെ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 പറഞ്ഞിരിക്കുന്നത് എ പ്രോസ്പെക്ടസ് മീൻസ് എനി ഡോക്യുമെന്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഒരു കമ്പനി പ്രോസ്പെക്ടസ് എന്ന പേരിൽ ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു ഡോക്യുമെന്റിനെയുമാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ്, ഈ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഷെൽഫ് പ്രോസ്പെക്ടസ് റെഫേർഡ് ഇൻ സെക്ഷൻ 31, അതായത് സെക്ഷൻ 31 പറയുന്ന ഒരു ഷെൽഫ് പ്രോസ്പെക്ടസും പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഡെഫിനേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് നോക്കുന്നതിൽ നമ്മൾ എന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നും, കൂടാതെ ഇതിന് താഴെ വരുന്ന മറ്റൊരു ടൈപ്പ് പ്രോസ്പെക്ടസും, അതുകൂടാതെ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണെന്നും, അങ്ങനെ 3 ടൈപ്പ് നമ്മൾ പ്രധാനപ്പെട്ട ടൈപ്പുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്നതാണ്. ഇപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് രണ്ടാമത്തെ ടൈപ്പാണ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് സെക്ഷൻ 32 പറയുന്നത്. ഇനി എനി നോട്ടീസ് ഓർ സർക്കുലർ അഡ്വർടൈസ്മെൻറ്റ് ഓർ അതർ ഡോക്യുമെൻറ്റ്, ഇപ്പോൾ കമ്പനി ഇറക്കുന്ന ഒരു നോട്ടീസ്, സർക്കുലർ, ഈ ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട അഡ്വർടൈസ്മെൻറ്റ്, മറ്റ് ഡോക്യുമെൻറ്റുകൾ, അതായത് പബ്ലിക്കിൽ നിന്ന് ഷെയറുകൾ വാങ്ങിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ ഒരു ഇൻവിറ്റേഷൻ, അത് ഡോക്യുമെൻറ്റിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ, സർക്കുലർ ഇറക്കുമ്പോൾ, നോട്ടീഫൈഡ് ഇറക്കുമ്പോൾ, അതെല്ലാം അത് പ്രോസ്പെക്ടസ് തന്നെയാണ്. ഫോർ ദി സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ്, ഒരു കമ്പനിയുടെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സർക്കുലർ, അഡ്വർടൈസ്മെൻറ്റ് എല്ലാം എന്ത് വിളിക്കാം, അതിനെ നമുക്ക് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അതായത് പ്രോസ്പെക്ടസിൻ്റെ ഉള്ളടക്കം. അപ്പോൾ വാട്ട് ഈസ് എ പ്രോസ്പെക്ടസ്, വാട്ട് ആർ ഇറ്റ്സ് കണ്ടൻസ്, ആ രീതി ചോദിക്കാം. ലിസ്റ്റ് ഔട്ട് ദ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്, അങ്ങനെ ചോദിക്കാം. വാട്ട് ആർ ദി മാറ്റേഴ്സ് ടു ബി സ്റ്റേറ്റഡ് ഇൻ ദി പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ആർ ഇറ്റ്സ് കണ്ടൻസ്, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എ പ്രോസ്പെക്ടസ് ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോവിങ് മാറ്റേഴ്സ്, അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളായിരിക്കണം ഒരു പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ 3-4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കമ്പനീസ് ആക്ടിൽ. ആദ്യം ഒന്ന് ജനറൽ ഇൻഫർമേഷനാണ്. ജനറൽ ഇൻഫർമേഷനിലാണ് കൂടുതൽ കാര്യങ്ങൾ വരിക. എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഷാൽ സ്റ്റേറ്റ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ,
ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പ്രോസ്പെക്ടസിലും താഴെ പറയുന്ന ഇൻഫർമേഷൻ ഉണ്ടാകേണ്ടതാണ്. നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദി രജിസ്ട്രേഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിൻ്റെ നെയിമും അഡ്രസ്സും. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ കണ്ടന്റിൽ കണ്ട കാര്യം തന്നെയാണ്. കമ്പനി സെക്രട്ടറിയുടെ നെയിംസ് ആൻഡ് അഡ്രസ്സ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഓഡിറ്റേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, ബാങ്കേഴ്സ്, ട്രസ്റ്റീസ്, അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ സച്ച് അതർ പേഴ്സൺ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതുപോലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ എല്ലാം നെയിംസ് ആൻഡ് അഡ്രസ്സും രജിസ്ട്രേഡ് ഓഫീസും അതെല്ലാം കാണിക്കേണ്ടതാണ്. ഇനി ഡേറ്റ്സ് ഓഫ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ ഈ നമ്മൾ ഷെയർ ഇഷ്യൂവിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ്, അതായത് ഏത് ഡേറ്റിലാണ് ഷെയർ ഇഷ്യൂ ആരംഭിക്കുന്നത്, ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് ഷെയർ ഇഷ്യൂ അവസാനിക്കുന്നത്, അത്രയും കാലത്തിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഷെയറുകൾ വാങ്ങാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കമ്പനിക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡേറ്റ്സ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഇഷ്യൂ എന്നത് പറഞ്ഞിരിക്കണം. ആൻഡ് ദ ഡിക്ലറേഷൻ അബൌട്ട് ദി ഇഷ്യൂ ഓഫ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ള ഡിക്ലറേഷൻ. ആൻഡ് റീഫണ്ട്സ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം. റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഷെയർ ആപ്ലിക്കേഷൻ നൽകിയിട്ട് ആപ്ലിക്കേഷൻ മണി നമ്മൾ സ്വീകരിച്ചിട്ട് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ മണി നമ്മൾ റീഫണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ റീഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര സമയത്തിൽ കൊടുക്കും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പ്രോസ്പെക്ടസിൽ പറയണം. ദെൻ എ സ്റ്റേറ്റ്മെന്റ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അബൌട്ട് ദി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വെയർ ഓൾ മണീസ് റിസീവ്ഡ് ഔട്ട് ഓഫ് ദി ഇഷ്യൂ ആർ ടു ബി ട്രാൻസ്ഫേർഡ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്ടസിൽ പറയണം. എന്താണ് പറയുക? ദെയർ വിൽ ബി എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. വെയർ ഓൾ മണീസ് റിസീവ്ഡ് ഔട്ട് ഓഫ് ഇഷ്യൂ ആർ ടു ബി ട്രാൻസ്ഫേർഡ്. ഷെയർ ഇഷ്യൂ വഴി സമാഹരിക്കുന്ന എല്ലാ എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നൽകണം. ഡിസ്ക്ലോഷർ ഓഫ് ഓൾ ഡീറ്റെയിൽസ് ഓഫ് ഓൾ മണീസ് ഇൻക്ലൂഡിംഗ് യൂട്ടിലൈസ്ഡ് മണീസ് ഔട്ട് ഓഫ് ദി പ്രീവിയസ് ഇഷ്യൂ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ. അതായത് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പണപരമായിട്ട് എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ്, ഇൻക്ലൂഡിംഗ് യൂട്ടിലൈസ്ഡ് മണീസ് ഔട്ട് ഓഫ് ദി പ്രീവിയസ് ഇഷ്യൂ, നമ്മൾ നേരത്തെ ഷെയർ ഇഷ്യൂ ചെയ്ത് സമാഹരിച്ച ആ പണം എങ്ങനെയാണ് വിനിയോഗിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നൽകേണ്ടതാണ്. ദെൻ ഡീറ്റെയിൽസ് അബൌട്ട് അണ്ടർ റൈറ്റിംഗ് ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെയും ഷെയറുകൾ ആളുകൾ വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ ആളുകൾ വാങ്ങിച്ചില്ല എങ്കിൽ വാങ്ങിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുന്ന ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അണ്ടർ റൈറ്റർ എന്ന് പറയുക. കമ്പനിയുടെ ഷെയറുകൾ പബ്ലിക് ഏറ്റെടുത്തില്ലെങ്കിൽ അതിനുള്ള ആ ഷെയറുകൾ അവർ വാങ്ങിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോലെയാണ്. പബ്ലിക് ഇഷ്യൂ ഫെയിലർ ആവുകയാണെങ്കിൽ ആ അണ്ടർ റൈറ്റേഴ്സ് ആ ഷെയറുകൾ വാങ്ങിച്ചുകൊണ്ട് ആ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ സക്സസ് ആക്കുന്നു. അതിനുവേണ്ടി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മീഷൻ അണ്ടർ റൈറ്റേഴ്സ് വാങ്ങിക്കും. നമുക്ക് പിന്നീട് സമയത്ത് നമുക്ക് എന്താണ് അണ്ടർ റൈറ്റിംഗ് എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. അടുത്തത് എ കൺസെന്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, എക്സ്പെർട്സ് ഒപ്പീനിയൻ ഇഫ് എനി ആൻഡ് ഓഫ് സച്ച് അതർ പേഴ്സൺ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ, ഓഡിറ്റേഴ്സിൻ്റെ, ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ, നമ്മുടെ ഇഷ്യൂവിനെ സഹായിക്കുന്ന ബാങ്കർ, എക്സ്പേർട്ട് അവരുടെ ഒപ്പീനിയൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, പിന്നെ ഈ ഡയറക്ടേഴ്സിൻ്റെ, ഓഡിറ്റേഴ്സിൻ്റെ, ബാങ്കേഴ്സിൻ്റെയൊക്കെ കൺസെൻറ്റും അല്ലേ, അത്തരം കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ നൽകണം. ദ അതോറിറ്റി ഫോർ ദി ഇഷ്യൂ ആൻഡ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി റെസൊല്യൂഷൻ പാസ്ഡ് ദെയർഫോർ. ഇപ്പോൾ നമ്മുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാസ്സാക്കിയിരിക്കുന്ന റെസൊല്യൂഷൻ, അതിൻ്റെ പ്രമേയം, അത് ആരുടെ നേതൃത്വത്തിലാണ്, അതിൻ്റെ അതോറിറ്റി ഫോർ ദി ഇഷ്യൂ ആൻഡ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി റെസൊല്യൂഷൻ പാസ്ഡ് ദെയർഫോർ. ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി ആരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പാസ്സാക്കിയത്, തുടങ്ങിയ കാര്യങ്ങൾ നൽകണം. ദെൻ പ്രൊസീജിയർ ആൻഡ് ടൈം ഷെഡ്യൂൾ ഫോർ അലോട്ട്മെൻറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി അപ്പം തന്നെ ഷെയറുകൾ അല്ലേ, ഷെയറുകളും ഡിബഞ്ചറുകളൊക്കെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുക. അതിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറും അതിൻ്റെ ടൈം ഷെഡ്യൂളും തുടങ്ങിയ കാര്യങ്ങൾ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ. പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, എത്രമാത്രം ഷെയർ ഉണ്ട്, എത്രമാത്രം ഡിബഞ്ചറാണ്, എത്രമാത്രം ബോറോഡ് ഫണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങി ആ ക്യാപിറ്റലിൻ്റെ ആ ഒരു മേക്കിംഗ് അപ്പിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ അത് വിശദമായിട്ട് പറയണം. ദെൻ മെയിൻ ഒബ്ജക്ട്സ് ഓഫ് പബ്ലിക് ഓഫർ. നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ടേംസ് ഓഫ് ദി പ്രസൻറ്റ് ഇഷ്യൂ, നമ്മുടെ പ്രസൻറ്റ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ടേംസ് എന്തൊക്കെയാണ്? ആൻഡ് സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇത് സച്ച് അതർ എന്ന് രണ്ട് വാക്കായിട്ട് വായിക്കുക. സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പർട്ടിക്കുലേഴ്സ്. ദെൻ മെയിൻ ഒബ്ജക്ട്സ് ആൻഡ് പ്രസൻറ്റ് ബിസിനസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മെയിൻ ഒബ്ജക്ട്സ് എന്താണ്, കമ്പനിയുടെ ഇപ്പോഴത്തെ ബിസിനസ് എന്താണ്, ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ, ഷെഡ്യൂൾ ഓഫ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോജക്റ്റ് അല്ലേ, പ്രൊജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോട് ബന്ധപ്പെട്ട കമ്പനി ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഷെഡ്യൂൾ അതെങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു മാനേജ്മെൻറ്റ് പെർസെപ്ഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് സ്പെസിഫിക് ടു ദി പ്രൊജക്റ്റ്. നമ്മളൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഫണ്ട് അക്വയർ ചെയ്യുന്നതെങ്കിൽ ആ ഫണ്ടിൻ്റെ ആ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പെർസെപ്ഷൻ ഓഫ് റിസ്ക്, മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എന്താണ്,
എത്രമാത്രം റിസ്കിയാണ് ഇതെന്നുള്ളത്. ദെൻ ജെസ്റ്റേഷൻ പീരീഡ് ഓഫ് ദി പ്രൊജക്റ്റ് നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടി തുടങ്ങാൻ എടുക്കുന്ന കാലയളവ്, അതിനാണ് ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുക. ചിലപ്പോൾ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞായിരിക്കും കമ്പനി ലാഭത്തിലേക്ക് വരിക. അപ്പോൾ ആ ജെസ്റ്റേഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തത് അതിവിടെ സൂചിപ്പിക്കണം. എക്സ്റ്റെൻഡ് ഓഫ് പ്രോഗ്രസ് ഇൻ ദി പ്രോജക്റ്റ്, എത്രമാത്രം പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. ഡെഡ് ലൈൻസ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്റ്റ് നമ്മൾ എത്ര നാൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ ഡെഡ് ലൈൻ. എനി ലിറ്റിഗേഷൻ ഓർ ലീഗൽ ആക്ഷൻ പെൻഡിങ് ഓർ ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ മറ്റും ഈ കമ്പനിക്കെതിരെ ഉണ്ടോ, ലിറ്റിഗേഷൻ തർക്കങ്ങളോ ലീഗൽ ആക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 5 years ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദി ഇയർ ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ 5 വർഷങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, കമ്പനിയുടെ പ്രൊമോട്ടർക്കെതിരെയോ മറ്റോ എന്തെങ്കിലും ഇതുപോലുള്ള ലീഗൽ ആക്ഷൻസോ ലിറ്റിഗേഷൻസോ നടപടികളോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോസ്പെക്ടസിൽ പറയണം. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഷെയർ ഇഷ്യൂമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മിനിമം കമ്പനിക്ക് കിട്ടേണ്ട ഷെയർ ആപ്ലിക്കേഷനാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ 100 ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 90 ഷെയർ എങ്കിലും മിനിമം ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ആ ഷെയർ ഇഷ്യൂ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് പറയണം. എമൗണ്ട് പേയബിൾ വൈ ഓഫ് പ്രീമിയം, ഇഷ്യൂ ഓഫ് ഷെയർസ് അതർവൈസ് ദാൻ ഓൺ ക്യാഷ്. പ്രീമിയമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന എമൗണ്ട് എങ്ങനെയാണ്, ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുമ്പോൾ അതിൻ്റെ ക്യാഷിനല്ലാതെ നമ്മൾ ഏതെങ്കിലും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ, അത് ഇഷ്യൂ ഓഫ് ഷെയർസ് കൺസിഡറേഷൻ ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്യാഷിനല്ലാതെ വേറെ ഏതെങ്കിലും അസറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കേണ്ടതാണ്. ഇനി ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദെയർ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് റെമ്യൂണറേഷൻ. ഡയറക്ടേഴ്സിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് നൽകണം, അവരുടെ അപ്പോയിൻമെൻറ്റും ഒപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എത്രയാണ്. ആൻഡ് ആസ് സച്ച് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദി കമ്പനി, ആ കമ്പനിയിൽ എത്രമാത്രം ഷെയറുകൾ അവർ കൈവശം വെച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസ്പെക്ടസിൽ പറയണം. ഡിസ്ക്ലോഷർ ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അബൌട്ട് ദി സോഴ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. പ്രൊമോട്ടറുടെ കോൺട്രിബ്യൂഷൻ ഈ ഒരു കമ്പനി രൂപവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും പ്രൊമോട്ടേഴ്സിന് എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ട്. ദെൻ റിപ്പോർട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഓഡിറ്റഡ് അക്കൗണ്ടുകളും അത്തരം കാര്യങ്ങളും നമ്മൾ രണ്ടാമതായിട്ട് ജനറൽ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ പിന്നെ റിപ്പോർട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, കമ്പനിയുടെ ഓഡിറ്റഡ് റിപ്പോർട്ടുകളാണ് ഇവിടെ കാണിക്കേണ്ടത്. കൂടാതെ ഡിക്ലറേഷൻ ഓഫ് കംപ്ലയിൻസ് പറഞ്ഞ് കുറേ ഡിക്ലറേഷൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള കുറേ ഡിക്ലറേഷൻസ് ഉണ്ട്. The prospectus issued by the company shall make a declaration about the compliance of the provisions of this thereunder. അതായത് കംപ്ലയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ലോയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ലോസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കമ്പനി ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എല്ലാം കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ അത് നൽകേണ്ടതാണ്, പ്രോസ്പെക്ടസിൽ കാണിക്കേണ്ടതാണ്. ദെൻ മാറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്, അത് പ്രകാരം ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. ദ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഷാൽ ഓൾസോ സ്റ്റേറ്റ് സച്ച് അതർ മാറ്റേഴ്സ് ആൻഡ് സെറ്റ് ഔട്ട് സച്ച് അതർ റിപ്പോർട്ട്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അത് ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് അതുകൂടി പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ ഇത്രയുമാണ് പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ഇതൊരു എസ്ഐക്കുള്ള കാര്യങ്ങളുണ്ടല്ലേ, എസ്ഐ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണിക്കാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് ആണ്. ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിന് പകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ്? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് സിമിലർ ടു ആക്ച്വൽ പ്രോസ്പെക്ടസ് ബട്ട് വിത്തൗട്ട് ദി ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രൈബിംഗ് ടു ദി ഷെയർസ് ഓഫ് ദി കമ്പനി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ പൊതുജനങ്ങൾക്ക് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനുള്ള ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസിലൂടെ നൽകപ്പെടുന്നത് അല്ലേ. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ച്വൽ പ്രോസ്പെക്ടസ് പോലെയാണ്. പക്ഷേ വിത്തൗട്ട് ദി ഇൻവിറ്റേഷൻ, അതിലൊരു ഇൻവിറ്റേഷൻ ഉണ്ടാകില്ല. ആളുകളോട് ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനുള്ള ഇൻവിറ്റേഷൻ അതിലുണ്ടാവില്ല. പിന്നെ എപ്പോഴാണ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ ദ കമ്പനി ഇഷ്യൂ ഷെയർസ് ബൈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്താതെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് കമ്പനിക്ക് താല്പര്യമുള്ള, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ കമ്പനി കണ്ടെത്തുകയും കമ്പനിയുടെ ഷെയറുകൾ അവർക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. പബ്ലിക്കായിട്ട് എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് പബ്ലിക് ഇഷ്യൂ നടത്തുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുമ്പോഴും ഒരു പ്രോസ്പെക്ടസ് വേണം. അതിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ്. ആ ഒരു ഡോക്യുമെൻറ്റിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. ദി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദി പർപ്പസ് ഓഫ് റെക്കോർഡ്.
അത് റെക്കോർഡായിട്ട് നമുക്ക് അത് രജിസ്ട്രാറുടെ കൈവശം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഷെയറുകൾ അലോട്ട്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു റെക്കോർഡ് മാത്രമാണ് അവിടെ ഈ ഒരു പ്രോസ്പെക്ടസ്. ശരിക്കുള്ള പ്രോസ്പെക്ടസ് അല്ല, ഒരു ഇൻവിറ്റേഷൻ അല്ല, പക്ഷേ പ്രോസ്പെക്ടസിന് പകരമുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് കമ്പനി രജിസ്ട്രാർക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഫയൽ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഡോക്യുമെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. ഇനി നമുക്ക് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓർ ലൈബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പ്രോസ്പെക്ടസ്. അത് നമ്മുടെ സിലബസിൽ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് മൊഡ്യൂൾ 2-ൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓർ ലൈബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ എന്താണ് ലൈബിലിറ്റി? എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദി ലൈബിലിറ്റി ഫോർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തിയാൽ എന്തൊക്കെ ലൈബിലിറ്റിയാണ് ഉണ്ടാവുക? ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ സിവിൽ ലൈബിലിറ്റിയും ക്രിമിനൽ ലൈബിലിറ്റിയും വരാം. നമുക്ക് നോക്കാം. ഇഫ് ദർ ഈസ് എനി മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഒമിഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ഇൻ ദി പ്രോസ്പെക്ടസ്. അപ്പോൾ ഇവിടെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വിവരങ്ങൾ നൽകുക, ഓർ ഒമിഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഫാക്ടേഴ്സ് മനഃപൂർവ്വം വിട്ടുകളയുക, ഒമിറ്റ് ചെയ്യുക അല്ലേ, ഒഴിവാക്കുക. ദെൻ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളായിട്ടുള്ള പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവർക്കൊക്കെ ലൈബിലിറ്റി വരും. ആൻഡ് ദ കമ്പനി ഇൻകർ ലൈബിലിറ്റി ഫോർ ഇറ്റ്. അവർക്കും കമ്പനിക്കുമെതിരെ നടപടികൾ വരാം. ദിസ് ലൈബിലിറ്റി മേ ബി എന്തൊക്കെ തരത്തിലുള്ള ലൈബിലിറ്റിയാണ് വരിക അവിടെ? സിവിൽ ലൈബിലിറ്റിയും ആകാം, ക്രിമിനൽ ലൈബിലിറ്റിയും ആകാം അല്ലേ. സിവിൽ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പണപരമായിട്ടുള്ള കോമ്പൻസേഷനാണ്, നഷ്ടപരിഹാരമാണ് കൊടുക്കേണ്ടി വരിക. ക്രിമിനൽ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇംപ്രിസൺമെൻറ്റ് ഉൾപ്പെടെയുള്ള അല്ലേ, ജയിൽവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സിവിൽ ലൈബിലിറ്റിയാണ്. സിവിൽ ലൈബിലിറ്റി സെക്ഷൻ 35 പ്രകാരം ദ സിവിൽ ലൈബിലിറ്റി മീൻസ് ദ ലൈബിലിറ്റി ടു പേ ഡാമേജ് ഫോർ കോമ്പൻസേഷൻ. അപ്പോൾ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക നൽകുക അല്ലേ, കോമ്പൻസേഷൻ നൽകുക. അതായത് പ്രോസ്പെക്ടസ് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ കമ്പനിയിൽ നിക്ഷേപിക്കുകയും പ്രോസ്പെക്ടസിലെ തെറ്റായിട്ടുള്ള വിവരങ്ങളാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കുണ്ടായ നഷ്ടം ഈ പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ കമ്പനി അത് കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ സിവിൽ ലൈബിലിറ്റി അറൈസസ് വെൻ ദർ ഈസ് എ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓർ മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട് ഇൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുക, ഓർ ആൻ ഒമിഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട്, വസ്തുത മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുക പ്രോസ്പെക്ടസ് തയ്യാറാക്കുമ്പോൾ. ആൻഡ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഒമിഷൻ ഹാസ് ഇൻഡ്യൂസ്ഡ് എ പേഴ്സൺ ടു ബൈ ഷെയർസ് ആൻഡ് ദെയർ ബൈ ഹി ഇൻകേഴ്സ് ലോസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒമിഷൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരം അത് കണ്ടുകൊണ്ട് ഒരാൾ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കുകയും ആൻഡ് സബ്സിക്വൻ്റ്ലി ഹി ഇൻകേഴ്സ് ലോസ്, അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിലാണ് ഇത്തരത്തിൽ സിവിൽ ലൈബിലിറ്റി ഉണ്ടാവുക. ദ കമ്പനി ആൻഡ് എവറി ഡയറക്ടർ ഓർ പ്രൊമോട്ടർ ഓഫ് ദി കമ്പനി, കമ്പനിയും ഒപ്പം തന്നെ കമ്പനിയിലെ ഡയറക്ടേഴ്സും പ്രൊമോട്ടറും ആൻഡ് ഓൾ അതർ പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ എക്സ്പെർട്ട് ഹു ഹാവ് ഓതറൈസ്ഡ് ദ ഇഷ്യൂ ഓഫ് സച്ച് പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അധികാരപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി ലോ ബോർഡിൽ അല്ലെങ്കിൽ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആർ ലൈബിൾ ഫോർ സച്ച് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രോസ്പെക്ടസിൽ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, കമ്പനീസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം സിവിൽ നടപടികൾ അല്ലെങ്കിൽ സിവിൽ ലൈബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ദെൻ ക്രിമിനൽ ലൈബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം നിങ്ങൾക്ക്, വാട്ട് ഈസ് ദി സിവിൽ ലൈബിലിറ്റി ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ക്രിമിനൽ ലൈബിലിറ്റി ഓഫ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം കേട്ടോ, ഷോർട്ട് ആൻസർ ആയിട്ട്. ഇനി ക്രിമിനൽ ലൈബിലിറ്റി മീൻസ് ദ ലൈബിലിറ്റി വിച്ച് കോസസ് പണിഷ്മെൻറ്റ് ലൈക്ക് ഫൈൻ, ഇംപ്രിസൺമെൻറ്റ് എക്സെട്ര. ഇപ്പോൾ ക്രിമിനൽ ലൈബിലിറ്റി ആകുമ്പോൾ അവിടെ ഫൈനും ഉണ്ടാകാം, ഒപ്പം തന്നെ ഇംപ്രിസൺമെൻറ്റ് വരെ, ജയിൽവാസം വരെ ഉണ്ടാകും അല്ലേ. ദ പേഴ്സൺ ഹു ആർ ലൈബിൾ ഫോർ സിവിൽ ലൈബിലിറ്റി മേ ഓൾസോ ബി ക്രിമിനലി ലൈബിൾ. അപ്പോൾ ഇവിടെ സിവിൽ ലൈബിലിറ്റി മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ ദേ ആർ ക്രിമിനലി ലൈബിൾ ഓൾസോ അല്ലേ, ക്രിമിനൽ ലൈബിലിറ്റി അവിടെ ഉണ്ടാകാം. എവരി പേഴ്സൺ ഹു ഈസ് നോയിങ്ലി എ പാർട്ടി ടു ദി ഇഷ്യൂ ഓഫ് സച്ച് പ്രോസ്പെക്ടസ് ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ്, വ്യാജമായിട്ടുള്ള പ്രോസ്പെക്ടസ് തയ്യാറാക്കുകയാണെങ്കിൽ ഹി വിൽ ബി പണിഷബിൾ അല്ലെങ്കിൽ ഹീസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 6 months. 6 മാസത്തിൽ കുറയാത്ത തടവ്, ജയിൽവാസം ഉണ്ടാകാം. ബട്ട് മേ എക്സ്റ്റെൻഡ് ടു 10 years, അത് 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫൈൻ്റെ കേസ് ആണെങ്കിൽ വിത്ത് എ ഫൈൻ വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദി എമൗണ്ട് ഇൻവോൾവ്ഡ്. എത്രമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അത്രയും തുക ഫൈൻ നൽകേണ്ടി വരും. ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ്, അത് 3 times ദി എമൗണ്ട് ഇൻവോൾവ്ഡ്, ആ നഷ്ടത്തിൻ്റെ 3 മടങ്ങ് വരെ ആ ഫൈൻ വന്നേക്കാം. ഇഫ് ദി ഫ്രോഡ് ഇൻ ക്വസ്റ്റ്യൻ ഇൻവോൾവ്സ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ദി ടൈം ഓഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അല്പം സീരിയസ് ആയിട്ടുള്ള
ഒരു തെറ്റാണ് പ്രോസ്പെക്ടസിൽ സംഭവിക്കുന്നതെങ്കിൽ ഈ ഇംപ്രസ്മെൻ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 years 3 വർഷത്തിൽ കുറയാത്ത ഇംപ്രസ്മെൻറ്റ് അവർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും. ഇനി നമ്മൾ നോക്കുന്നത് ഷെൽഫ് പ്രോസ്പെക്ടസ്, അതായത് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസിൽ നമ്മൾ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്താണെന്നും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണെന്നും അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണെന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ ഡെഫിനിഷൻ കണ്ടപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഷെൽഫ് പ്രോസ്പെക്ടസ്, 2 റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അല്ലേ. അപ്പോൾ ഇത് രണ്ട് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോകാം. എ ഷെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദി സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് therein are issued for subscription in one or more issues over a certain period without the issue of further prospectus. ഇപ്പോൾ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അത് പ്രോസ്പെക്ടസ് തന്നെയാണ്. ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ്, അതായത് കുറച്ച് സെക്യൂരിറ്റീസ്, ഒരേ ടൈപ്പ് സെക്യൂരിറ്റീസ് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും കൂടി സെപ്പറേറ്റ് നമുക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് ദ സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് therein are issued for subscription in one or more issues, അത് ഒന്നോ അതിലധികമോ ഇഷ്യൂസിന് വേണ്ടി ഓവർ എ സർട്ടൻ പീരീഡ്, ഒരു 1-2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ നമ്മൾ ഒരേപോലെയുള്ള സെക്യൂരിറ്റികൾ പല തവണ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റത്തവണ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി അല്ലേ. വിതൗട്ട് ദി ഇഷ്യൂ ഓഫ് ഫർദർ പ്രോസ്പെക്ടസ് നമ്മൾക്ക് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കൂടി ഒരു പ്രോസ്പെക്ടസ് നമ്മൾ തയ്യാറാക്കുക, അത് നമുക്ക് ഷെൽഫിൽ സൂക്ഷിച്ച് വയ്ക്കുക, അങ്ങനെ കൊടുത്താൽ മതി. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അതാണ്. ദ സെബി മേ ബൈ റെഗുലേഷൻ പ്രൊവൈഡ് ദാറ്റ് എനി ക്ലാസ് ഓഫ് കമ്പനീസ് ആർ സ്പെസിഫൈഡ് ബൈ ഇറ്റ്. ഇപ്പോൾ സെബി ഏതെങ്കിലും ഒരു കമ്പനിക്ക് അതിനുള്ള ഓതറൈസേഷൻ, അതിനുള്ള അധികാരം കൊടുത്തിരിക്കണം അല്ലേ. മേ ഇഷ്യൂ ഷെൽഫ് പ്രോസ്പെക്ടസ്, അങ്ങനെ സെബിയുടെ അനുവാദം ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. എ കമ്പനി ഫയലിംഗ് എ ഷെൽഫ് പ്രോസ്പെക്ടസ് വിത്ത് ദ രജിസ്ട്രാർ ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു ഫയൽ പ്രോസ്പെക്ടസ് എഫ്രഷ് എവരി ടൈം ഇറ്റ് ഇഷ്യൂ സെക്യൂരിറ്റി. അപ്പം അങ്ങനെ അനുവാദം കിട്ടിയിട്ടുള്ള കമ്പനികൾ ആദ്യത്തെ പ്രോസ്പെക്ടസ് കമ്പനി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തു, വീണ്ടും അതേ ക്ലാസ്സിൽപ്പെട്ട സെക്യൂരിറ്റീസ് കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ വീണ്ടും പ്രോസ്പെക്ടസ് കമ്പനി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് which does not include complete particulars of the quantum of securities or price of securities included therein. അപ്പോൾ ഇവിടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൻ്റെ പ്രത്യേകത, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ്, ആ ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് അവിടെ ഉണ്ടായിരിക്കില്ല. അതായത് ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ് എത്ര ഷെയറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പ്രൈസ് ഓഫ് സെക്യൂരിറ്റിയുടെ വില എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും റെഡ് ഹെറിംഗ് സെക്യൂരിറ്റീസിൽ ഉണ്ടാകില്ല. എ കമ്പനി പ്രപ്പോസിംഗ് ടു മേക്ക് ആൻ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് മേ ഇഷ്യൂ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഒരു ഷെയർ ഇഷ്യൂ നടത്താൻ പോകുന്ന ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള വിവരങ്ങൾ നൽകാതെ, അതായത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഓൺ കംപ്ലീഷൻ ഓഫ് അലോട്ട്മെന്റ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ്, നമ്മൾ ഷെയറിൻ്റെ അലോട്ട്മെന്റ് എല്ലാം നടത്തി കമ്പനിയുടെ ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ക്ലോസ് ചെയ്തതിനു ശേഷം എ ഫൈനൽ പ്രോസ്പെക്ടസ് ഷാൽ ബി പ്രിപ്പയർഡ്, ഒരു ഫൈനൽ പ്രോസ്പെക്ടസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്, അതായത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിന് പകരം പിന്നീട് നമുക്കൊരു ഫൈനൽ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റിംഗ് ദി ഇൻഫർമേഷൻ വിച്ച് വാസ് മിസ്സിംഗ് ഇൻ ദി റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ മിസ്സിംഗ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ ഫൈനൽ പ്രോസ്പെക്ടസ് തയ്യാറാക്കുമ്പോൾ, അതായത് ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ്, പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്രോസ്പെക്ടസ് പിന്നീട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ എണ്ണം, സെക്യൂരിറ്റീസിൻ്റെ വില തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അത്തരത്തിലുള്ള പ്രോസ്പെക്ടസിന് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്നുള്ളത് നോക്കാം. ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളത്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് മീൻസ് എ മെമ്മോറാണ്ടം കണ്ടെയ്നിങ് സച്ച് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോസ്പെക്ടസ്. അതായത് ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നോട്ടീസബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനാണ് ഇവിടെ സാലിയന്റ് ഫീച്ചേഴ്സ് ഉപയോഗിക്കുക. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു മെമ്മോറാണ്ടം, ഒരു ഡോക്യുമെന്റിനാണ് നമ്മൾ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. ശരിക്കും അത് അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിരിക്കില്ല അല്ലേ, സാലിയന്റ് ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് നോട്ട് ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് അല്ലേ, നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് പോലെ അത്രമാത്രം നമ്മൾ കണ്ടിരിക്കുന്ന പ്രോസ്പെക്ടസിലെ എല്ലാ കണ്ടന്റും അതിൽ ഉണ്ടാവണമെന്നില്ല. ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. സെബി പറയുന്നതനുസരിച്ച് ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് എബ്രിഡ്ജ്ഡ്. എബ്രിഡ്ജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം എന്നുള്ളതാണ് അർത്ഥം വരിക. ബൈ മേക്കിംഗ് റെഗുലേഷൻ ഇൻ ദിസ് ബിഹാഫ് ഓൾ കമ്പനീസ് അപ്രോച്ചിങ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾ, അതിനെയാണ് നമ്മൾ IPO എന്ന് പറയുക. ഒരു കമ്പനി ആദ്യമായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ് IPO. അതോടൊപ്പം തന്നെ ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്, അത് FPO,
ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അടുത്ത ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ആണ്, അല്ലെങ്കിൽ FPO ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇക്വിറ്റി ഷെയറുകളൊക്കെ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ഒരു എബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് അലോങ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം ആളുകൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രോസ്പെക്ടസിൻ്റെ ഒരു ചുരുക്കരൂപം എബ്രിഡ്ജഡ് പ്രോസ്പെക്ടസോടെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അത് സെബിയുടെ നിർദ്ദേശപ്രകാരം സെബിയുടെ അനുവാദത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ചുരുക്കത്തിലുള്ള നോട്ട് ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് അല്ലേ, അത്തരത്തിലുള്ള ഷോർട്ടായിട്ടുള്ള പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ എബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 2 കൂടി പൂർത്തിയാക്കുകയാണ്. ഓൾമോസ്റ്റ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന എല്ലാം തന്നെ ഏറ്റവും ചുരുക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു മൊഡ്യൂളുമായിട്ട് നമുക്ക് ആരംഭിക്കാം.